എന്തായാലും സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുക. ആ ഒരു മഹാപുണ്യം കാത്ത നിരവധി ആളുകൾ അവിടെ കാത്തിരിക്കുകയാണ്. അതിലേക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പർണശാലകൾ കെട്ടി അവിടെ കാത്തിരിക്കുന്നു. 2-3 ദിവസമായി ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലും ഒക്കെ നമുക്ക് പോകാം. ശ്രീ മണക്കാട് ഗോപൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നമുക്ക് ഒരുപാട് പാട്ടുകൾ, അയ്യപ്പ ഭക്തിഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത, മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് ഗാനങ്ങൾ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രിയപ്പെട്ട പാട്ടുകൾ ഉണ്ടാകും. ശ്രീ ഗോപൻ, ഇപ്പോൾ കാനനവാസയാണെങ്കിലും ഓരോന്നിനും ഓരോ രീതിയുമാണ്. നമ്മളിപ്പോൾ ഉദിച്ചുയർന്നു മാമലമേലെ നമുക്ക് വേറൊരു ഫീലാണ് തരുന്നത്. അത്തരത്തിൽ നിരവധി ഗാനങ്ങൾ. താങ്കൾക്ക് ഏറ്റവും താങ്കൾ മനസ്സിൽ ചേർത്ത് പിടിക്കുന്ന, എപ്പോൾ ഗ്രഹിക്കുന്ന ഒരു ഗാനം ഏതായിരിക്കും? നേരത്തെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, നമ്മളെ ഗംഗാബേൻ സാർ, ചുവല്ലൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അവരുടെ ആ ഒരു കോമ്പിനേഷനിൽ തരങ്ങണി പുറത്തിറക്കിയ അയ്യപ്പ ഭക്തിഗാനങ്ങളെല്ലാം തന്നെ വളരെയധികം ഹിറ്റുകളാണ്. അതിലെ ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം. ഇത് ഈ പറഞ്ഞ പോലെ എന്നും നമുക്ക് നേരത്തെ പറഞ്ഞ ആ സീരീസിൽ വരുന്ന അതേപോലത്തെ ഒരു പാട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാരോളക്ക് ദിവസം എന്തുകൊണ്ടും പ്രാധാന്യം കൂടുതലാണ്. അതാണ് നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്, ഞങ്ങളൊക്കെ ശബരിമലയിലേക്ക് ഇതുവരെ പോയിട്ടില്ലാത്തവരാണ്, പക്ഷെ നമുക്ക് ശബരിമലയുടെ ഒരു ഫീല് തരുന്ന കുറേയധികം പാട്ടുകൾ, പ്രത്യേകിച്ച് ഭജന. ഈ ഭജന നടത്തി നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഭജന നടത്തിയ ശേഷം കെട്ടുനിറച്ച് പോകുന്ന സംഘങ്ങളെയൊക്കെ നമ്മൾ വളരെ ചെറുതിലേ തൊട്ട് കാണുന്നതാണ്. അപ്പൊ ആ ഭജന പാട്ടുകളിൽ തന്നെ ഈ ഗഞ്ചരയൊക്കെ കൊട്ടി നല്ല ആഘോഷമായിട്ട്, മനസ്സിൽ വേറെ അശുദ്ധി ഒന്നുമില്ലാതെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നുള്ള ഒരു വലിയ ഒരു ലക്ഷ്യം കൂടിയുണ്ടല്ലോ. അപ്പൊ അത് ഈ പാട്ടിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് ശരിക്കും കെട്ടുനിറക്കി പോകുന്ന, ഒരുപക്ഷെ ശബരിമലയിലേക്ക് പോകാൻ പറ്റാത്ത ആ കെട്ടുനിറക്കി പോകുന്നവർക്ക് പോലും ഒരു ഊർജ്ജം ലഭിക്കുന്ന പാട്ടുകൾ അല്ലേ? അതെ. അപ്പം അങ്ങനത്തെ നിരവധി ഗാനങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പം സ്വാമിയപ്പൻ സിനിമയിൽ തന്നെയുള്ള കെട്ട് നിറച്ചു പോകുന്ന ഒരു പാട്ടുണ്ട്. ദേവരാം മാസ്റ്റർ സംഗീതം നൽകി വയലാർ എഴുതിയ ഒരു ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. അപ്പം ഇതൊക്കെ ആ കെട്ട് നിറച്ചു പോകുന്ന ആ ഒരു രീതിയിലുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് പിന്തുടർന്ന് വന്ന എല്ലാവരും സംഗീതം ചെയ്ത പാട്ടുകളെല്ലാം ആ ഒരു ഭക്തിരസം തുളുമ്പുന്ന പാട്ടുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും താങ്കളിലേക്ക് വരാം. ഇനിയും പാട്ടുകൾ വേണം.